ചെയർപേഴ്സൺ ഷിഫാന, മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ കെ നാസർ, വേദിയിലിരിക്കുന്ന മറ്റു ബഹുമാന്യരെ, പ്രിയപ്പെട്ട കലാസ്നേഹികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളുണ്ട്? സുഖം. വിഷുവൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം ഒരു കലാവേദിയിലേക്ക് വന്നിരിക്കുകയാണ്. വേദിയിൽ മുമ്പ് പ്രസംഗിച്ച പലരുടെയും വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ശ്രീ രവീന്ദ്രൻ സാർ പറഞ്ഞൊരു കാര്യമാണ് മനസ്സിൽ തട്ടിയത്. നമ്മുടെ പല കാര്യങ്ങളും മറ്റു പലരുമായിട്ട് പങ്കിടുന്നില്ല എന്നുള്ളൊരു വിഷയം. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും അത് മറ്റുള്ളവരായിട്ട് പങ്കിടുമ്പോഴാണ് സന്തോഷമാണെങ്കിൽ ഇരട്ടിക്കുകയും സന്തോഷമാണെങ്കിൽ അത് പകുതിയാവുകയും ബുദ്ധിമുട്ടുകളാണെങ്കിൽ അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മളെല്ലാവരും ഓപ്പൺ അപ്പ് ചെയ്യണം, മനസ്സ് തുറക്കണം, മനസ്സ് പങ്കിടണം. അതിന് ഈ കലാവേദിയും കലാസംഗമങ്ങളും ഒരവസരമായിട്ട് നമ്മൾ കാണണം. നമ്മൾ കലാലയങ്ങൾ പഠിക്കുമ്പോൾ കല എന്നുള്ള വാക്കാണ് ഏറ്റവും ആദ്യം വരുന്നത്. കലയുടെ ആലയങ്ങളാണ്. അതേപോലെ തന്നെ കലാരൂപങ്ങളും മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതിന് ഒരു വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലേക്ക് വഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലോകം തന്നെ പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ, വളരെ സംഘർഷഭരിതമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും കലാരൂപങ്ങളും സാഹിത്യവുമൊക്കെയാണ് മനുഷ്യനെ ഒന്നിപ്പിക്കുന്നത്. പല രാജ്യങ്ങളും നമ്മുടെ കലാകാരന്മാരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ മനുഷ്യത്വത്തിന് വേണ്ടി ഒന്നു ചേരുന്നു. അവരത് വളരെ പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്നതാണ്, വായിക്കുന്നതാണ്. അങ്ങനെ സംഘർഷഭരിതമായ അവസരത്തിലാണ് മലയാള സിനിമ പല രാജ്യങ്ങളിലും ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കലയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, കല മനുഷ്യനെ ഒന്നിപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് കലാലയങ്ങളുള്ളവർ കലാപങ്ങൾ മാറ്റി കലയെ സ്നേഹിക്കുക, കലാകാരന്മാരായി മാറുക എന്നുള്ളൊരു നല്ലൊരു സന്ദേശമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വാക്കുകളാണ്. അദ്ദേഹം